നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എവറസ്റ്റ് കൊടുമുടി കീഴടക്കാനായി നിരവധി പേരാണ് ഓരോ വർഷവും എത്തുന്നത്. 70 വർഷം മുൻപാണ് മനുഷ്യർ ആദ്യമായി എവറസ്റ്റ് കൊടുമുടിയിൽ കാലുകുത്തിയത്. 1953 മെയ് 29 നേപ്പാൾ സ്വദേശി ടെൻസിംഗ് നോർഗെയും ന്യൂസിലാൻഡ് സ്വദേശിയായ എഡ്മണ്ട് ഹിലരിയും ആദ്യമായി എവറസ്റ്റ് കീഴടക്കി. എന്നാൽ അന്നു തൊട്ട് ഇന്നോളം എവറസ്റ്റിൽ കാലുകുത്തുന്നവർ അവശേഷിപ്പിക്കുന്നത് അവരുടെ കാൽപ്പാടുകൾ മാത്രമല്ല, മാലിന്യ കൂമ്പാരങ്ങളുമാണ്. എവറസ്റ്റിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി അടുത്തിടെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. ടൺ കണക്കിന് മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 4 മൃതദേഹങ്ങളും ഒരു അസ്ഥികൂടവുമടക്കം ഏകദേശം 11 ടൺ മാലിന്യങ്ങളാണ് ഈ വർഷം മാത്രം നേപ്പാൾ സർക്കാർ നിയോഗിച്ച സൈനികരും ഷെർപ്പകളും അടങ്ങുന്ന സംഘം നീക്കം ചെയ്തത്. എവറസ്റ്റിലെ ഏറ്റവും അവസാന ക്യാമ്പായ സൗത്ത് കോളിൽ ഏകദേശം 40 മുതൽ 50 ടൺ മാലിന്യം വരെ ഇനിയും നീക്കം ചെയ്യാനുണ്ടെന്നാണ് ഷെർപ്പകളുടെ ടീമിനെ നയിച്ച അങ്കുബാബു ഷെർപ്പ പറയുന്നത്. മാലിന്യങ്ങൾ കൂടുതലായും പഴയ കൂടാരങ്ങൾ, ഭക്ഷണപ്പൊതികൾ, ഗ്യാസ് കാർട്രിഡ്ജുകൾ, ഓക്സിജൻ കുപ്പികൾ, ടെന്റ് പാക്കുകൾ, കൂടാരങ്ങൾ കയറുന്നതിനും കെട്ടുന്നതിനും ഉപയോഗിക്കുന്ന കയറുകൾ എന്നിവയാണെന്ന് അദ്ദേഹം പറയുന്നു. സമീപ വർഷങ്ങളിൽ കൊടുമുടി കയറുന്നവർ അവരുടെ മാലിന്യങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന നിയമം കർശനമാക്കിയിരുന്നു. മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ അവരുടെ സെക്യൂരിറ്റി തുക തിരിച്ചു നൽകില്ലെന്ന നിബന്ധനയും പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് പർവ്വതാരോഹകർക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതും മാലിന്യത്തിന്റെ അളവ് ഗണ്യമായി കുറച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ നിയമം കർശനമല്ലാത്തതിനാൽ പർവ്വതാരോഹകർ മാലിന്യം നിക്ഷേപിച്ച് തിരിച്ചുവരികയായിരുന്നു പതിവ്. മഞ്ഞുമൂടിയ ഭൂപ്രദേശത്ത് നിന്ന് തണുത്തുറഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. സൗത്ത് കോളിൽ നിന്ന് കണ്ടെടുത്ത ഒരു മൃതദേഹം പുറത്തെടുക്കാൻ 2 ദിവസമാണ് എടുത്തത്. പ്രതികൂല കാലാവസ്ഥ മൂലം പലപ്പോഴും മാലിന്യം ശേഖരിക്കുന്നവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. 8400 മീറ്റർ ഉയരത്തിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം ക്യാമ്പ് 2 കൊണ്ടുപോകാൻ 18 മണിക്കൂർ സമയമാണ് എടുത്തതെന്നും ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.